രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷയായി CPM വിമത കൗൺസിലർ കലാരാജു. UDF പിന്തുണയോടെ ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയ കലാരാജുവിനെതിരെ കൗൺസിൽ ഹാളിനകത്തും പുറത്തും LDF പ്രതിഷേധിച്ചു. ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് കലാരാജു പ്രതികരിച്ചു. തട്ടിക്കൊണ്ടുപോകൽ, കൂറുമാറ്റം, അവിശ്വാസം എന്നിങ്ങനെ നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ കലാരാജു കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ പദം സ്വന്തമാക്കി. 12-നെതിരെ 13 വോട്ടുകൾക്കാണ് ജയം. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ കലാരാജു പിന്തുണച്ചതിനെ തുടർന്നാണ് LDFന് ഭരണം നഷ്ടമായത്. അവിശ്വാസത്തിലൂടെ സ്ഥാനം നഷ്ടമായ CPM അംഗം വിജയ ശിവനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. സ്വതന്ത്ര അംഗം സുനിൽകുമാറിന്റെ വോട്ടും കലാരാജുവിന് കിട്ടി. എല്ലാവരോടും കൂടെ ഒന്നിച്ച് നമ്മൾ ജനാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അവര് കാണിച്ച പോലെ ഒറ്റയാൾ ഭരണം ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ 13 കൗൺസിലറിൽ നമ്മൾ 25 ജനപ്രതിനിധികളായാൽ എല്ലാവരും ഒരുപോലെ. അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇനി വരുന്ന തുച്ഛമായ സമയമുള്ളൂ, അതിൽ ഞങ്ങൾ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതംഗങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. CDS ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് കലാരാജു 13 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കുടുംബശ്രീ പ്രവർത്തകരും പ്രതിഷേധിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചുമതലയേറ്റ പുതിയ ഭരണസമിതിക്ക് വെല്ലുവിളികൾ ഏറെയാണ്. മീഡിയ 1 കൊച്ചി.